സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാത കണ്ടെത്തൂ മാർ ഏലിയാസ് കോളേജിനൊപ്പം. കോതമംഗലത്ത് നിന്നും പെരുമ്പാവൂരിൽ നിന്നും 10 കിലോമീറ്റർ അകലെയുള്ള പ്രകൃതി രമണീയമായ കോട്ടപ്പടി എന്ന ഗ്രാമത്തിലാണ് മാർ ഏലിയാസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ ബിരുദാനന്തര പ്രോഗ്രാമുകൾ വരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഒപ്പം ഇഷ്ട ആഡ് ഓൺ കോഴ്സുകളും തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച നിരവധി കോഴ്സുകൾ, മികച്ച അധ്യാപനം, മനോഹരമായ ക്യാമ്പസ്, ശാന്തമായ പഠനാന്തരീക്ഷം എല്ലാം മാർ ഏലിയാസ് കോളേജിന്റെ സവിശേഷതകളാണ്. ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി. കഴുത്തുമുട്ട് ഏരീപുരം ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രത്തിലെ 15ാമത് പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി. രാവിലെ നിർമാല്യം, അഭിഷേകം, മലർ നിവേദ്യം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഉഷപൂജ എന്നിവ ഉണ്ടായിരുന്നു. തുടർന്ന് ഭാഗവത പാരായണവും നടന്നു. 8:30 പ്രസാദശുദ്ധിയും 9 ചതുശുദ്ധി, ധാര, പഞ്ചഗവ്യം, പഞ്ചകം എന്നീ കലശപൂജകളും അഭിഷേകവും നടന്നു. 10 നാരായണീയം നടന്നു. 10:30 ഉച്ചപൂജ. ഉച്ചയ്ക്ക് 12 നടന്ന അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. തുടർന്ന് KJ മാക്സി MLAക്ക് സ്വീകരണം നൽകി. KJ മാക്സി MLA ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രദേശത്ത് ഒരു ക്ഷേത്രം അത് പൂർവാധികം നല്ല പ്രതിഷ്ഠാ മഹോത്സവം എല്ലാ വർഷവും നടത്തി വരുമ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഐക്യവും സ്നേഹവും എല്ലാം ഒരേപോലെ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് ഏറ്റവും പ്രധാനം. ഈ ക്ഷേത്രം വന്നതോടെയാണ് ഈ പ്രദേശത്തിന്റെ ഒരു വികസനം വന്നത്. ആ ഏറ്റവും മനോഹരമായ പ്രദേശമായി നമ്മുടെ പ്രദേശത്തെ നമുക്ക് മാറ്റാൻ കഴിയും. ഏറ്റവും ബ്യൂട്ടിഫുള്ളായ പ്രദേശം. ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ഭക്തജനങ്ങൾക്ക് വന്നു. രാത്രി 8 മണിക്ക് പ്രദേശവാസികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും തുടർന്ന് ആര്യകാട് സുഭദ്രയും ടീമും അവതരിപ്പിച്ച കൈകൊട്ടിക്കളിയും അത്താഴപൂജയും ഉണ്ടായിരുന്നു. ഏരീപുരം ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പ്രതിഷ്ഠാദിന മഹോത്സവം സമാരംഭിച്ചിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ചിട്ടുള്ള അന്നദാനത്തിന്റെ ഭദ്രദീപ പ്രകാശനം ആരാധ്യനായ നമ്മുടെ MLA മാക്സിൻ സാർ അവർ നിർവഹിച്ചു. അന്നദാനം ആരംഭിക്കുന്നു. അതുപോലെ തന്നെ ഉത്സവം 3 ദിവസം കൊണ്ടാടുന്ന ഉത്സവമാണ്. ഞായറാഴ്ച മകർനക്ഷത്രത്തോടുകൂടി കലശാഭിഷേകത്തോടുകൂടി ഉത്സവം സമാപിക്കും. അതോടൊപ്പം തന്നെ ഉത്സവം 29 സമാപിക്കും. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് AP ലോഹിതാക്ഷൻ, സെക്രട്ടറി G രാജൻ, ട്രഷറർ AP കോമളൻ, മാള സമാജം പ്രസിഡന്റ് രാജി നന്ദകുമാർ, മാള സമാജം സെക്രട്ടറി ശ്രീലേഖ ജയരാജ്, മാള സമാജം ട്രഷറർ രജിത നവീൻ കുമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വൈക്കം പുഷ്പദാസ്, ക്ഷേത്രം മേൽശാന്തി വിപിൻ എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പക്ഷേ ഇന്ന് നേരം വെച്ചിട്ട് നല്ലപോലെ പ്രകൃതി പുഞ്ചിരിച്ച് അമ്മ അനുഗ്രഹിച്ചു തന്നൊരു ദിവസമാണ് നമുക്ക്. നമ്മുടെ ഈ പ്രദേശത്തെയും ഇവിടുത്തെ ജനങ്ങളെയും ശ്രീമാൻ KJ മാക്സി അവർ ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയവും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ തൊട്ടപ്പുറത്ത റെസിഡൻസി അസോസിയേഷന്റെ പ്രസിഡന്റാണ്. 2022 കാലത്ത് ആ കടത്തമുട്ട് മുതൽ ഓളക്കണ്ണം ഇതിന്റെ പകുതി വരുന്ന ഭാഗം. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.